കെന്നത്ത് ആൻഡേഴ്സിന്റെ തന്നെ മറ്റൊരു വേട്ടക്കഥയുമായാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. മഹാകുറുമ്പനും മനുഷ്യ വിദ്വേഷിയുമായ ഒരൊറ്റയാനി നേരിട്ട കഥ പറയാം. സേലം ജില്ലയിലെ പനപ്പെട്ടി എന്ന ഗ്രാമത്തിനടുത്താണ് ഒടപ്പെട്ടി എന്ന പ്രദേശം. ഭൂരിഭാഗവും വനമാണിവിടെ. കാവേരി നദി ഈ വനസ്ഥലിയിലൂടെയാണ് കളകളാരവം മുഴക്കി മന്ദമായി ഒഴുകിക്കൊണ്ടിരുന്നത്. പൊതുവെ ആനകളുടെ ഒരു മേച്ചിൽ പുറമാണിവിടം. അതിലൊരുവനാണ് നമ്മുടെ കഥാനായകൻ. ഒറ്റയാനെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണരുന്ന രൂപം അത്യുഗ്രനായ വലിയൊരു ആനയുടേതാണെങ്കിലും ഇവൻ അത്ര ഉന്നതനൊന്നുമല്ല. 7-7.5 അടിയോളം ഉയരമില്ല. ഒരു കൊമ്പ് ഒടിഞ്ഞതുകൊണ്ട് ഒറ്റക്കൊമ്പൻ എന്ന പേരും കിട്ടി. കാര്യവും കാരണവും ഒന്നും വ്യക്തമില്ലെങ്കിലും അവൻ മനുഷ്യവർഗത്തോട് നിതാന്ത വൈര്യം പുലർത്തിയിരുന്നു. ഒരുപാട് ആളുകളെ അവൻ കൊന്നിട്ടുമുണ്ട്. വെൽക്കം ബാക്ക് ടു സ്റ്റോറി ടെല്ലർ. ഒരു കാലത്ത് അവനും കാവേരി നദിക്കരയിൽ മേഞ്ഞു നടന്ന വലിയൊരു ആനക്കൂട്ടത്തിലെ കുടുംബാംഗമായിരുന്നു. മഹാശക്തനും ധീരനുമായ ഒരു നേതാവിന്റെ സംരക്ഷണയിൽ അനേകം പിടിയാനകളും കുട്ടിയാനകളും യൗവനത്തിലേക്ക് കടക്കുന്ന കൂട്ടവും ഒക്കെ ചേർന്ന് ആ ഗജകുടുംബം സമാധാനത്തിലും സഹവർത്തിത്വത്തിലും കഴിഞ്ഞു പോന്നു. പക്ഷെ ഇതൊന്നും എപ്പോഴും എല്ലാവർക്കും പിടിക്കുകയില്ലല്ലോ. നമ്മുടെ കഥാനായകന് ഒരൽപ്പം പോക്കിൽ തരമൊക്കെ കയ്യിലുണ്ടായിരുന്നു. കുട്ടിയായിരുന്നപ്പോൾ അവന്റെ വികൃതി തരമൊക്കെ എല്ലാവരും ക്ഷമിച്ചു. പക്ഷെ യൗവനത്തിലെത്തിയതോടെ അവൻ പല കാര്യങ്ങളിലും അതിരുകടക്കുന്നതായി സംഘത്തലവിന് തോന്നി. നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ലെന്നത് മാത്രമല്ല പ്രശ്നം, കൂട്ടത്തിലെ തരുണിമണികളോട് അവൻ ഗജകുല മര്യാദകൾ മറികടന്ന് പെരുമാറുവാനും തുടങ്ങി. തലവൻ അവന് പലതവണ ചൊല്ലിക്കൊടുത്തു, പിന്നെ ചെറിയ ശിക്ഷകളിലൂടെ തല്ലിക്കൊടുത്തു. എന്നിട്ടും ഗുണമാകുന്നില്ലെന്ന് കണ്ടപ്പോൾ കൂട്ടത്തിൽ നിന്ന് അവനെ തള്ളിക്കളഞ്ഞു. ചുമ്മാതങ്ങ് പോകുവാനൊന്നും അവൻ കൂട്ടാക്കിയില്ല. തലവനോട് ഏറ്റുമുട്ടുവാൻ തന്നെ അവൻ ഒരുങ്ങി. പക്ഷെ മഹാശക്തനായിരുന്ന തലവനോട് അവൻ തോറ്റമ്പിപ്പോയി. ഒരു കൊമ്പ് മുടിഞ്ഞു. പിന്നെ നിന്നില്ല. വിളികളോടെ ഓടിപ്പോയി. അങ്ങനെയാണ് അവൻ ഒറ്റക്കൊമ്പനും ഒറ്റയാനുമായി തീർന്നത്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന മട്ടിൽ അവൻ തന്റെ ശൗര്യം തീർക്കാൻ കണ്ടതോ പാവപ്പെട്ട മനുഷ്യരും. അവന്റെ ആദ്യ യുദ്ധപ്രഖ്യാപനം സാധുവായ ഒരു കാളവണ്ടിക്കാരനോടായിരുന്നു. ഒരു ദിവസം കാട്ടുപാതയിലൂടെ മുളയും കയറ്റി വരികയായിരുന്നു ഒരു കാളവണ്ടി. കുലദ്രോഹി എന്ന് മുദ്രകുത്തി പുറത്തായതിനാൽ ഒടുങ്ങാത്ത പകയുമായി രോഷാകുലനായി നടക്കുകയായിരുന്നു ഒറ്റയാന്റെ മുന്നിലാണ് ആ കാളവണ്ടിക്കാരൻ ചെന്നുപെട്ടത്. വളരെ ദൂരെ നിന്ന് തന്നെ ആനയുടെ രൗദ്രഭാവം കാളവണ്ടിക്കാരന് മനസ്സിലായി. തുമ്പിക്കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് സർവ്വശക്തിയും എടുത്ത് പാഞ്ഞു വരുന്ന ആനയിൽ നിന്ന് വണ്ടിയോ കാളുകളെയോ രക്ഷിക്കുവാൻ തനിക്കാവില്ലെന്ന് വണ്ടിക്കാരന് ബോധ്യമായി. അയാൾ ചാടിയിറങ്ങി ആവുന്നത്ര വേഗത്തിൽ ഓടി മറിഞ്ഞു. അതുകൊണ്ട് ഒറ്റയാന് ദേഷ്യം ഇരട്ടിയായി. അവൻ ആ കാളവണ്ടി തരിപ്പണമാക്കി ഒരു കാളയെ തൂക്കിയെടുത്ത് അടുത്തുള്ള മരത്തിലടിച്ച് അതിന്റെ മാംസം പൂക്കുറ്റി ചിതറും പോലെ ചിതറിച്ചു കളഞ്ഞു. ഇത് കണ്ട മറ്റേ കാള ഇതിനകം മുഖത്തിൽ നിന്നും സ്വതന്ത്രമായിരുന്നതിനാൽ പാവം മരണപ്പാച്ചിൽ പാഞ്ഞ് രക്ഷപ്പെട്ടു. പിന്നീട് അതൊരു പതിവ് വിനോദമാക്കി മാറ്റുകയാണ് അവൻ ചെയ്തത്. കാട്ടുവഴിയിൽ എവിടെയെങ്കിലും മനങ്ങാതെ മറഞ്ഞു നിൽക്കും. ഹതഭാഗ്യനായ ഏതെങ്കിലും മനുഷ്യൻ അടുത്തെത്തുമ്പോൾ പൊടുന്നനെ മുന്നിലേക്ക് ചാടി വീഴും. എന്നിട്ട് അയാളെ തുമ്പിക്കൈ കൊണ്ട് തൂക്കിയെടുത്ത് തറയിലോ മരത്തിലോ അടിച്ചു തകർക്കും. അല്ലെങ്കിൽ കാലുകൊണ്ട് തല ചവിട്ടി പൊട്ടിക്കും. ഇതൊരു വല്ലാത്ത ക്രൂരമായ സംതൃപ്തി അവന് നൽകിയിരുന്നിരിക്കാം. ഏതായാലും അവനൊരു മഹാ ഗജപുകരിയായി വിലസുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് ഒരാഴ്ചത്തെ ലീവ് എടുത്ത് ഒരു മാനസിക ഉല്ലാസത്തിനായി മീൻപിടുത്തം എന്ന ഉഗ്രൻ ആശയവുമായി ഞാൻ കാവേരിയാറ്റിന്റെ അടുത്തുള്ള ഹൊഗ്നേക്കൽ എന്ന സ്ഥലത്തെത്തിയത്. നദിയിൽ ആ ഭാഗത്ത് ധാരാളം മുതലകൾ ഉള്ളതായി കേട്ടിരുന്നു. തരം കിട്ടിയാൽ ഒരു മുതലയെ പിടിക്കണമെന്നും ഞാൻ വിചാരിച്ചിരുന്നു. ഹൊഗ്നേക്കൽ ഫോറസ്റ്റ് ബംഗ്ലാവിൽ താമസിച്ചുകൊണ്ട് ഞാൻ മത്സ്യബന്ധനം എന്ന മഹാദൗത്യം ആരംഭിച്ചു. അതുവരെ ഞാൻ ഈ ഒറ്റക്കൊമ്പനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞു കേട്ടിരുന്നില്ല. 2ാം ദിവസത്തെ മീൻപിടുത്തം കഴിഞ്ഞ് ഞാൻ ബംഗ്ലാവിൽ വന്നിരിക്കുമ്പോൾ കാട്ടിൽ നിന്ന് ഒരു മയിലിന്റെ കരച്ചിൽ കേട്ടു. എനിക്ക് മയിലിറച്ചി വളരെ ഇഷ്ടമാണ്. ഒത്തുകിട്ടിയാൽ ഈ കരയുന്നവനെ അത്താഴത്തിന് കറിയാക്കാമെന്ന് കരുതി എന്റെ ഇരട്ടക്കുഴൽ തോക്കുമെടുത്ത് മയിലിന്റെ ശബ്ദം കേട്ട തെക്ക് ലക്ഷ്യമാക്കി ഞാൻ ശ്രദ്ധയോടെ നടന്നു. അങ്ങനെ നടന്ന് ഞാൻ ചിനാർ നദിയുടെ തീരത്തെത്തി. കാവേരിക്ക് കുറുകെയുള്ള പോഷക നദിയാണ് ചിനാർ. ചിനാറിന്റെ മറുകരയിൽ എവിടെയോ ഒരു ആൺമയിലിന്റെ ശബ്ദം ഞാൻ കേട്ടു. അല്പം കഴിഞ്ഞപ്പോൾ കണ്ണിന് വർണ്ണപ്പകിട്ട് പകർന്നുകൊണ്ട് ഒരു ആൺമയിൽ പീലി വിടർത്തി നൃത്തം ചെയ്തു വരുന്നതാണ് ഞാൻ കണ്ടത്. എന്റെ ഒരു ദുഷ്ടലാക്ക് മൂലം എനിക്കപ്പോൾ ആ സൗന്ദര്യ രൂപം ആസ്വദിക്കുന്നതിനേക്കാളേറെ അവനെ കൊന്നുകിട്ടുന്ന ഇറച്ചിയെ കുറിച്ച് ചിന്തിക്കുവാനാണ് തോന്നിയത്. മയിൽ നദിയുടെ ഇക്കരയ്ക്ക് വരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നി. പക്ഷെ അപ്പോഴേക്കും അവൻ എന്നെ കണ്ടു. ഞാനാകട്ടെ അവൻ അപ്രത്യക്ഷനാകും മുമ്പ് നിറയൊഴുക്കുവാൻ കഴിയുമോ എന്ന ചിന്തയിലുമായിരുന്നു. പൊടുന്നിനെ ആ
കനത്ത നിശബ്ദതയെ കശക്കി എറിഞ്ഞുകൊണ്ട് ആ ഭയങ്കരനായ കൊലയാളി ഒറ്റക്കൊമ്പൻ തുമ്പിക്കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് ഒരു അലർച്ചയോടെ എന്റെ നേർക്ക് പാഞ്ഞു വന്നു. തികച്ചും അപ്രതീക്ഷിതമായ ഒരു ആക്രമണമായിരുന്നു അത്. മയിലിനെ വെടിവെക്കുവാൻ കൊണ്ടുവന്ന ഇരട്ടക്കുഴൽ തോക്കാണ് എന്റെ പക്കലുള്ളത്. അതുകൊണ്ട് വെടിവെച്ചാൽ ഈ പർവ്വതത്തിന് വല്ലതും സംഭവിക്കുമോ? ഇല്ലെങ്കിൽ എന്റെ കഥ എന്താകും? ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാലും നടക്കില്ല. കയറ്റവും കല്ലും പാറയും ഒക്കെയുള്ള ആ വഴിയിലൂടെ ഓടുക അസാധ്യമാണ്. ഈ ചിന്തകളെല്ലാം അര സെക്കൻഡിനുള്ളിൽ എന്റെ തലച്ചോറിലൂടെ ഫാസ്റ്റ് ട്രാക്കിൽ ഓടി മറഞ്ഞു. ആന കൂടുതൽ അടുത്തെത്തിയിട്ടേ എന്റെ ഇരട്ടക്കുഴൽ തോക്ക് പ്രവർത്തിപ്പിച്ചിട്ട് കാര്യമുള്ളൂ. വളരെ അകലെ നിന്ന് പ്രയോഗിക്കാവുന്നതല്ല ഇത്. പ്രത്യേകിച്ചും ഒരു ആനയുടെ നേർക്കാകുമ്പോൾ തൊട്ടടുത്തു നിന്ന് വേണം വെടിയുതിർക്കുവാൻ. അത് പക്ഷെ എന്റെ കാര്യം കുട്ടിച്ചോറാക്കാൻ കാരണമാവുകയും ചെയ്യും. എന്നിൽ നിന്നും കഷ്ടി 30 വാര അകലെ എത്തിയതും അവന്റെ ചുരുട്ടിപ്പൊടിച്ച തുമ്പിക്കൈ ലക്ഷ്യമാക്കി ഞാൻ 2 തിരയും പ്രയോഗിച്ചു. അവൻ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു അത്. തോക്കിന്റെ ശബ്ദവും അതോടൊപ്പം ഏറ്റ മുറിവും അതിന്റെ വേദനയും എല്ലാം കൂടി അവനെ ഒരു നിമിഷം സ്തംഭിപ്പിച്ചു നിർത്തിക്കളഞ്ഞു. ആ അവസരം മുതലെടുത്ത് ഞാൻ ജീവനും കൊണ്ടോടി. എന്റെ പിന്നിൽ അവന്റെ കൊലവിളി തുടരെ ഉയരുന്നുണ്ട്. ഞാൻ ഫോറസ്റ്റ് ബംഗ്ലാവിലെത്തി എന്റെ റൈഫിളും എടുത്തുകൊണ്ട് തിരിച്ച് സംഭവ സ്ഥലത്തേക്ക് ഓടി. പക്ഷെ ഞാൻ എത്തുമ്പോഴേക്കും അവൻ അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. പിറ്റേന്ന് എനിക്ക് അത്യാവശ്യമായി ബാംഗ്ലൂർക്ക് മടങ്ങേണ്ടിയിരുന്നതിനാൽ ഒരു 2ാം റൗണ്ട് ഏറ്റുമുട്ടലിന് സമയമുണ്ടായില്ല. അവനെ കുറിച്ചുള്ള അമ്പരിപ്പിക്കുന്ന കഥകളൊക്കെ പിന്നീടാണ് ഞാൻ അറിയുന്നത്. സർക്കാർ അവനെ ഒരു ആളെ കൊല്ലിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. അവനെ കൊല്ലുന്നവർക്ക് 500 രൂപ പ്രതിഫലവും വാഗ്ദാനം ചെയ്തു. ഇതറിഞ്ഞ് ആ നാട്ടുകാരനായ ഒരു നായാട്ടുകാരൻ ഒരു കൈ നോക്കാൻ തന്നെ തീരുമാനിച്ചു. ആനയെ കൊന്നാൽ ലഭിക്കുന്ന ഖ്യാതി മാത്രമല്ല റൊക്കം 500 രൂപയും കിട്ടും. പക്ഷേ മൂപ്പർ കാണിച്ചത് അല്പം അതിസാഹസവും ബുദ്ധിമോശവുമായി പോയി. ഒരു പഴഞ്ചൻ .5 ഇരട്ടക്കുഴൽ തോക്കായിരുന്നു അയാളുടെ പക്കലുള്ള ഏക ആയുധം. കാടുകളിൽ ഒറ്റക്കൊമ്പനെ തിരിഞ്ഞ് അയാൾ നടന്നു. ഞാനുമായി ആന ഏറ്റുമുട്ടിയ ഭാഗം ഉൾപ്പെടെ പലയിടത്തും 2 ദിവസം തിരിഞ്ഞിട്ടും ആനയെ കാണുവാൻ സാധിച്ചില്ല. ഒറ്റയ്ക്കായിരുന്നില്ല മൂപ്പരുടെ തിരച്ചിൽ. സഹായത്തിന് 3-4 ആളുകളും കൂടെ ഉണ്ടായിരുന്നു. ആന ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത പെന്നഗ്രാം കാട്ടിൽ ഒരു രാത്രി ആ നായാട്ടു സംഘം തമ്പടിച്ചു കൂടി. അടുത്തടുത്തായി 2 കൂടാരങ്ങൾ ഉണ്ടാക്കി അതിനു ചുറ്റും വിറക് ശേഖരിച്ചു കൂട്ടി തീയും ഇട്ടു. അഥവാ ആനയെങ്ങാൻ വന്നാലോ എന്ന് കരുതിയാണ് ഈ മുൻകരുതലെല്ലാം എടുത്തത്. എല്ലാവരും ക്ഷീണം കൊണ്ടും വേണ്ടത്ര സുരക്ഷയുണ്ടെന്ന സമാധാനത്തിലും സുഖമായി കിടന്നുറങ്ങി. ഇതെല്ലാം എങ്ങനെയോ മണത്തറിഞ്ഞതുപോലെ നമ്മുടെ ഒറ്റയാൻ അവിടെ എത്തി. അഗ്നികുണ്ഡങ്ങൾ മിക്കവാറും കെട്ടടങ്ങിയിരുന്നു. തീരെ തീയില്ലാത്ത ഭാഗം കണ്ടെത്തി ആന അതിലൂടെ അകത്തു കടന്ന് കൂടാരം വലിച്ചു പൊളിച്ചു. ഞെട്ടിയുണർന്ന നായാട്ട് സംഘം അലറി വിളിച്ചുകൊണ്ട് 4 പാടും ഓടി മറഞ്ഞു. എന്നാൽ സംഘ നേതാവിന് അതും സാധിച്ചില്ല. അയാൾ കൂടാരത്തിൽ കുടുങ്ങിപ്പോയി. തന്റെ ഇരട്ടക്കുഴൽ തോക്കിയെടുക്കും മുമ്പ് ആന അയാളെ കോരിയെടുത്തു കഴിഞ്ഞിരുന്നു. ആ നിർഭാഗ്യവാനെ എടുത്തുകൊണ്ടുവന്ന് കാട്ടുപാതയിലിട്ട് ചവിട്ടി അരച്ചു കളഞ്ഞു. മനുഷ്യച്ചോരയുടെ ഗന്ധത്തിൽ മതം കൊണ്ട് അവൻ ഒരു വിജയാട്ടഹാസത്തോടെ കാട്ടിലേക്ക് കയറിപ്പോയി. ഈ സംഭവം കൂടിയായപ്പോൾ ആനയെ കൊല്ലുന്നതിനുള്ള പാരിതോഷികം 1000 രൂപയായി സർക്കാർ ഉയർത്തി. പാരിതോഷികത്തിൽ ഭ്രമിച്ചില്ലെങ്കിലും ഒരു ശ്രമം കൂടി നടത്തി നോക്കുവാൻ ഞാൻ തീരുമാനിച്ചു. അതിനൊരു കാരണം കൂടിയുണ്ട്. ഞാനുമായി ഏറ്റുമുട്ടിയ അവൻ ആ പക ഉള്ളിൽ കൊണ്ട് നടക്കുകയായിരുന്നിരിക്കണം. ഇപ്പോൾ താൻ പകയോടെ കൊന്നത് എന്നെയാണെന്നാവും അവൻ ധരിച്ചിരിക്കുക. ചുരുക്കത്തിൽ മരിച്ച മനുഷ്യൻ എന്റെ പകരക്കാരനായി മാറി. അതുകൊണ്ട് തന്നെ അവനോട് ആ കണക്കു തീർക്കണമെന്ന് എനിക്ക് വാശിയും തോന്നി. കാവേരി പുഴയുടെ തീരങ്ങളിലോ പൊന്തക്കാടുകളിലോ അവനെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ദൗത്യം ആരംഭിച്ചത്. എന്റെ സഹായിയായി ഒരാളെയും ഞാൻ കൂടെ കൂട്ടി. കക്ഷിക്ക് ആ സ്ഥലമെല്ലാം നന്നായി അറിയാം. ഞങ്ങൾ ചിനാർ നദിക്കരയിലെത്തി. പുഴയോരത്തെ നനഞ്ഞ മണലിൽ അവന്റെ കാൽപ്പാടുകൾ കാണുവാനുണ്ടായിരുന്നു. 6 അടി പൊക്കമുള്ള ഒരു തരം പുല്ല് പുഴക്കരയിൽ വളർന്നു പൂത്തു നിൽക്കുന്നുണ്ട്. ചില ഭാഗത്ത് 10-12 അടി ഉയരത്തിലും പുല്ല് നിൽക്കുന്നുണ്ട്. അതിനുള്ളിൽ ഒരു ആനയല്ല, ആനക്കൂട്ടം തന്നെ നിന്നാലും കാണുവാൻ സാധിക്കില്ല. ഒരിടത്ത് ആ പുല്ലുകൾ ഇരുവശത്തേക്കും ചാഞ്ഞു നിൽക്കുന്നത് കണ്ടു. അതിലൂടെ ഒറ്റക്കൊമ്പൻ കടന്നു പോയിരിക്കുമെന്ന് ഞങ്ങൾ ഊഹിച്ചു. ആ പുല്ലുകൾ വകഞ്ഞു മാറ്റി വഴിയുണ്ടാക്കുന്നത് വളരെ ശ്രമകരമായിരുന്നു. ഒരു വിധത്തിൽ അത് സാധിച്ചു മുന്നോട്ട് ചെന്നപ്പോൾ ഈറ്റക്കാടുകളുടെ ദുർഗമമായ കോട്ടകളാണ് ഞങ്ങൾ കണ്ടത്. അതിനിടയിലൂടെ ദേഹമാകെ മുറിഞ്ഞും കീറിയുമൊക്കെ യാത്ര അത്യന്തം വിഷമകരമായിരുന്നു. അതെല്ലാം സഹിച്ച് തുടർച്ചയായി 4 ദിവസം അലഞ്ഞെങ്കിലും ഒറ്റക്കൊമ്പന്റെ യാതൊരു വിവരവും കിട്ടിയില്ല. വല്ലാത്ത മടുപ്പും നിരാശയും തോന്നി. എങ്കിലും 5-ാം ദിവസവും അന്വേഷണം തുടരുക തന്നെ ചെയ്തു. കാവേരിയുടെ തീരത്തുകൂടി മുകളിലേക്കാണ് ഞങ്ങൾ നടന്നത്. 3 മൈലോളം നടന്നു ചെന്നപ്പോൾ ആനയുടെ കാൽപ്പാടുകൾ കണ്ടു. അക്കരെയുള്ള കോയമ്പത്തൂർ കാടുകളിൽ നിന്നും പുഴ നീന്തി കയറി ഇക്കരെ എത്തിയതാണിവൻ. കാൽപ്പാടുകൾ കണ്ടപ്പോൾ അതവൻ തന്നെയാണെന്ന് എനിക്ക് തോന്നി. ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഞങ്ങൾ നടന്നു. വഴിയിൽ ആനപ്പിണ്ടവും കണ്ടു. എന്നാൽ അതത്ര പുതിയതായിരുന്നില്ല. അവൻ ഏറെ ദൂരം പിന്നെയും പോയിട്ടുണ്ടാവണം.
ഞങ്ങൾ പിന്നെയും നടന്നു. ആ കാൽപ്പാടുകൾ കാവേരിയുടെ തീരത്ത് തന്നെ ചെന്ന് അവസാനിക്കുന്നത് കണ്ടപ്പോൾ പിന്നെയും നിരാശ തോന്നി. ആന നദി നീന്തി കടന്ന് കോയമ്പത്തൂർ കാടുകളിലേക്ക് മടങ്ങിപ്പോയി കാണും. എങ്കിലും ശ്രമം തുടർന്നു. നദീതീരത്തുകൂടെ പിന്നെയും നടന്നു ചെന്നപ്പോൾ ആന മൂത്രമൊഴിച്ച പാടും ആനപ്പിണ്ടങ്ങളും കണ്ടു. അത് പരിശോധിച്ചപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് അവൻ അത് വിസർജിച്ചതെന്ന് മനസ്സിലായി. ഞങ്ങൾ നടപ്പിന് വേഗം കൂട്ടി. ആനയുമായുള്ള അകലം കുറഞ്ഞു വരികയാണെന്ന് തോന്നിയപ്പോൾ ഭയവും ആകാംക്ഷയും വർദ്ധിച്ചു. അവൻ പോയ വഴിയെ വൃക്ഷശിഖരങ്ങൾ ഒടിച്ചിട്ടത് കാണാമായിരുന്നു. ഏത് സമയത്തും തമ്മിൽ കണ്ടുമുട്ടാം എന്ന സ്ഥിതിയാണുള്ളത്. ആനയ്ക്ക് ഞങ്ങളുടെ മണം കിട്ടാത്ത വിധം കാറ്റ് എതിർ ദിശയിലേക്കാണ് വീശിയിരുന്നത്. അത് ഭാഗ്യമായി. കുറച്ചു ദൂരം കൂടി ചെന്നപ്പോൾ ആന നദിയിലിറങ്ങി നീരാടുന്നതിന്റെ ശബ്ദങ്ങൾ കേട്ടു. ആറ്റുതീരത്തെ വള്ളികളും പുല്ലുകളും മറവാക്കിക്കൊണ്ട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ വിസ്തരിച്ചൊരു കുളി നടത്തുന്ന ആനയെ ഞങ്ങൾക്ക് വ്യക്തമായി കാണുവാൻ സാധിച്ചു. ഒരു വശം തിരിഞ്ഞാണ് അവന്റെ നിൽപ്പ്. ഒറ്റക്കൊമ്പനാണോ എന്നറിയണമെങ്കിൽ ഒരു വശം കൂടി കാണണം. 5 മിനിറ്റ് നേരം കൂടി വെള്ളത്തിൽ തിമിർത്ത ശേഷം അവൻ പെട്ടെന്ന് മറുകരയിലേക്ക് നീന്തുവാൻ തുടങ്ങി. ഞങ്ങളെ അവൻ കണ്ടിട്ടില്ല. മണം പോലും കിട്ടിയതുമില്ല. ഞങ്ങൾ നിന്ന ഭാഗത്തേക്ക് അവൻ നോക്കാതിരുന്നതിനാൽ അവന്റേത് ഒറ്റക്കൊമ്പാണോ എന്ന് ഉറപ്പിക്കുവാൻ കഴിഞ്ഞതുമില്ല. ഇനി നോക്കി നിന്നാൽ അവൻ നീന്തി കയറി അവന്റെ പാട്ടിന് പോകും. എന്തായാലും അവന്റെ മുഖമൊന്ന് കാണണം. ഞാനൊരു ശബ്ദമുണ്ടാക്കി. അവൻ തിരിഞ്ഞ് ഞങ്ങളെ നോക്കി. അതെ, ഇത് ഞാൻ തേടുന്ന കൊലയാളിയായ ഒറ്റക്കൊമ്പൻ തന്നെയാണ്. നിമിഷാർദ്ധത്തിൽ അവന്റെ പ്രകൃതമാകെ മാറി. ചെവി വട്ടം പിടിച്ച് തുമ്പിക്കൈ ചുരുട്ടി വാലുയർത്തിക്കൊണ്ട് അവനൊന്ന് ചിഹ്നം വിളിച്ചു. എന്നെ കൊല്ലുവാനായി അവൻ മുന്നോട്ട് കാഞ്ഞതും എന്റെ വിൻചെസ്റ്റർ 405 ഗർജിച്ചതും ഒന്നിച്ചായിരുന്നു. അത് കൃത്യമായി അവന്റെ തൊണ്ടയിൽ തന്നെ തറച്ചു. ചോര വാർന്നൊഴുകി. ഏറ്റുമുട്ടുവാനുള്ള അവന്റെ താല്പര്യം കുറഞ്ഞു. രക്ഷപ്പെടാനാണ് ഒരുക്കമെന്ന് കണ്ട് അടുത്ത വെടി അവന്റെ മസ്തകത്തിലേക്ക് തൊടുത്തു. മൂന്നാമത്തെ ചെവിയുടെ പിൻഭാഗത്തും തറച്ചു. പിന്നെ ആ ഗജപോക്കിലേക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അവൻ ആകെ വിറച്ചു തുള്ളി നദിയിലേക്ക് തന്നെ ചെരിഞ്ഞു വീണു. മുൻപൊരിക്കൽ അവനോട് ഏറ്റുമുട്ടിയത് ഞാനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞോ എന്തോ. അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ വെറുതെ ആഗ്രഹിച്ചു പോയി. ഏതായാലും കൂട്ടത്തിൽ നിന്ന് കലമ്പി പിരിഞ്ഞ് ഒറ്റയാനായി കുറുമ്പുകാട്ടി നടന്ന അവന്റെ അന്ത്യം കാവേരി പുഴയെ രക്തപങ്കിലമാക്കിക്കൊണ്ടായിരുന്നു. നദിയിലെ വെള്ളം ചുവപ്പ് നിറമായി മാറുന്നതും നോക്കി ഞാനൊരു നിമിഷം നിന്നുപോയി. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.